ഈ ഒരു മിൽക്ക് മെയ്ഡിന്റെ ടിന്ന് വെച്ചൊരു അടിപൊളി പെൻ ഹോൾഡർ ചെയ്യാം. നിങ്ങൾ വിചാരിക്കും സാധാ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്ത് പെയിന്റ് അടിച്ച് ഒട്ടിച്ച് അതൊന്നല്ല ഗൈസ്. ഇത് വേറെ സംഭവമാണ്. അതായത് ഒരു കാർഡ്ബോർഡ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ആ ഒരു പേപ്പേഴ്സൊക്കെ ഒന്ന് ഒരു 5-10 മിനിറ്റ് വേണ്ടുള്ളൂ, അതൊന്ന് പീൽ ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് നോക്കുക. അത് ഫ്ലെക്സിബിൾ ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ചെറുതായിട്ട് പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ എൻ്റെത് ഇപ്പോൾ നല്ലോണം ഫ്ലെക്സിബിൾ ആണ്. നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ടിന്നിലേക്ക് ഒരു ഡബിൾ സൈഡഡ് ഒട്ടിക്കുക. നിങ്ങൾ വിചാരിക്കും ഡബിൾ സൈഡഡ് മാത്രമേ ഉള്ളൂ എനിക്കെന്ന്. അതേ ഗൈസ്, എൻ്റെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇനിയുള്ള സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡൗട്ട് ഉണ്ടാവും. അതായത് ഈ ഒരു മിൽക്ക് മെയ്ഡിന്റെ ടിന്നിനെക്കാട്ടും വലുതാണല്ലോ ഈ കാർഡ്ബോർഡ് എന്നുള്ളത്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതായത് ഈ ഒരു മിൽക്ക് മെയ്ഡിന്റെ ടിന്ന് 2 കാർഡ്ബോർഡിന്റെ ഏതെങ്കിലും ഒരു സൈഡിന്റെ ഏറ്റവും മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിലും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് സാധാ പോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഫൈനൽ ഭാഗത്തും കൂടിയിട്ട് ഒന്ന് ഡബിൾ സൈഡഡോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ ഫ്ലെക്സ് ക്യൂക്കോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഡബിൾ സൈഡഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് പീൽ ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ളൂ, സിമ്പിളാണ്. അപ്പോൾ തന്നെ നമ്മുടെ പെൻ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. അല്ല, ഇതിപ്പോൾ എന്താ ഇങ്ങനെയും നിങ്ങൾ വിചാരിക്കും. ഈ ഒരു പെൻ ഹോൾഡർ കുറച്ച് ലാർജ് ആയിട്ട് തോന്നുകയും ചെയ്യും, എന്നാൽ ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ ഇതിൻ്റെ അകത്ത് ഇടാനാവുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ കാണാൻ കുറച്ച് ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെയിൻറ്റും കൂടി അടിച്ചിട്ടുണ്ട്. ഒരു റെഡ് പെയിൻ്റ് ആട്ടോ ഞാൻ അടിച്ചിട്ടുള്ളത്. നമ്മൾ ഡസ്റ്റ് ഡെക്കോറിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് റെഡ് തന്നെ അടിച്ചത്. അങ്ങനെ തീമൊന്നും ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീമൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടമായ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.